ബേബി ഹെൽഡർ ഇതൊരു പേരു മാത്രമല്ല, അതിജീവനത്തിൻ്റെ ഒരു മഹാകാവ്യമാണ്. ഇല്ലായ്മകളിൽ നിന്ന് ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിത വിജയം കൈവരിച്ച ഒരു പെണ്ണിൻ്റെ കഥ. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡൽഹിക്ക് സമീപം ഗുരുഗ്രാമത്തിലെ 2 നില വീട്ടിലെ വേലക്കാരിയാണ് ബേബി ഹെൽഡർ. പ്രശസ്ത സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദിന്റെ കൊച്ചുമകനെ ശുശ്രൂഷിച്ചും ആഹാരം പാകം ചെയ്തു നൽകിയും കഥാനായികയുടെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ടു പോകുന്നു. അപ്പോൾ തന്നെ മറ്റൊന്നുകൂടി അറിയണം. ലോകത്താകമാനം ബെസ്റ്റ്സെല്ലറായി മാറിക്കൊണ്ടിരിക്കുന്ന എ ലൈഫ് ലെസ് ഓർഡിനറി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഈ കഥാനായിക. ഒന്നുമില്ലായ്മയിൽ നിന്നെല്ലാം നേടിയപ്പോഴും സാധാരണക്കാരിയായി തുടരാൻ ആഗ്രഹിക്കുന്ന ഈ അസാധാരണ ജീവിതത്തിന്റെ യാത്ര തുടങ്ങുന്നത് ജമ്മു കാശ്മീർ അതിർത്തിയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നാണ്. പട്ടിണിയും ദാരിദ്ര്യവും കൈമുതലാക്കിയ കുടുംബത്തിന് 80കളുടെ തുടക്കത്തിൽ ബംഗാളിലേക്ക് നാടുവിടേണ്ടി വന്നു. വങ്കദേശത്തെ തീർത്തും അപരിചിതമായ അന്തരീക്ഷത്തിൽ കുടുംബത്തിന്റെ അതിജീവനം ഏറെ ദുഷ്കരമായി. വയസ്സറിയിച്ച നാളിൽ തന്നെ അച്ഛനും അമ്മയും 11കാരിയായ കുഞ്ഞു ഹെൽഡറിനെ 25കാരൻ യുവാവിന് വിവാഹം ചെയ്തു നൽകി. പിന്നെ ദുരിതത്തിന്റെ നാളുകളായിരുന്നു. മദ്യപാനിയും മാനസിക രോഗിയുമായ ഭർത്താവിന്റെ പീഡനങ്ങൾ പക്വതയില്ലാത്ത പ്രായത്തിൽ ഏറ്റുവാങ്ങിയ ദുരന്ത നിമിഷങ്ങൾ. 12ാം വയസ്സിൽ അമ്മയായ ഹെൽഡർ ജീവിതത്തിൽ പൊരുതിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസത്തെ തീരുമാനമാണ് ഹെൽഡറിന്റെ ജീവിതം മാറ്റിമറിച്ചത്. കൈക്കുഞ്ഞിനെയും മാറോടടക്കി പിടിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് വണ്ടി കയറി. വികസനത്തിന്റെ തിരക്കിൽ അലറിപ്പായുന്ന നഗരത്തിൽ അമ്മയും കുഞ്ഞും തീർത്തും ഒറ്റപ്പെട്ടു. നഗരത്തിന്റെ വികൃത മുഖങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വന്നു. പക്ഷേ ആത്മധൈര്യവും ഇച്ഛാശക്തിയും ഹെൽഡറെ മുന്നോട്ട് നയിച്ചു. ഗുരുഗ്രാമിൽ എത്തിപ്പെട്ടപ്പോഴാണ് അധ്യാപകനായ പ്രബോധ് കുമാറെ കണ്ടുമുട്ടിയത്. ജീവിതത്തിന്റെ വലിയൊരു മാറ്റമാണ് പിന്നീട് സംഭവിച്ചത്. എന്തെങ്കിലും പണി തരാൻ അപേക്ഷിച്ച ഹെൽഡറെയും കുഞ്ഞിനെയും പ്രബോധ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട് വൃത്തിയാക്കലും ഭക്ഷണം പാകം ചെയ്യലുമായി മുഴുകിയ ജീവിതമായിരുന്നു പിന്നീട്. പക്ഷേ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത സുരക്ഷിതത്വം ഹെൽഡറിന് അവിടെ നിന്ന് ലഭിച്ചു. ഒരു വൈകുന്നേരം വീട്ടിലെത്തിയ പ്രബോധ് കുമാർ കണ്ടത് പുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്ന ഹെൽഡറെ ആയിരുന്നു. ബംഗാളി ഭാഷയിലുള്ള കഥാപുസ്തകങ്ങൾ അദ്ദേഹം അവൾക്ക് നൽകി. പിന്നീട് നോവലുകളും ഫിലോസഫിയും ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ പ്രത്യേകം വാങ്ങി നൽകി. വേലക്കാരിയിൽ നിന്ന് സാഹിത്യകാരിയിലേക്കുള്ള ഹെൽഡറിന്റെ പ്രയാണമായിരുന്നു പിന്നീട് കണ്ടത്. അവർക്കിടയിലെ സംസാര വിഷയങ്ങൾ ക്രമേണ സാഹിത്യവും തത്വചിന്തകളുമായി. ഒരു പുസ്തകം എഴുതാൻ ഹെൽഡറോട് ആവശ്യപ്പെടുന്നതും പ്രബോധ് കുമാർ തന്നെയാണ്. ആദ്യം മടിച്ചു നിന്നെങ്കിലും പ്രബോധിന്റെ നിരന്തരമുള്ള പ്രചോദനം കൊണ്ട് വൈകുന്നേരങ്ങളിൽ വെള്ളക്കടലാസിൽ ഹെൽഡർ എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ തുടങ്ങി. അതൊരു പുസ്തക രൂപത്തിലാക്കുന്നതും പ്രബോധ് തന്നെയാണ്. ഹെൽഡറിന്റെ പൊള്ളുന്ന അനുഭവങ്ങൾ കടലാസിലൂടെ രൂപാന്തരം പ്രാപിച്ചപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ വായനക്കാർ അത് ഏറ്റുവാങ്ങി. ഇംഗ്ലീഷിലും തുടർന്ന് ജാപ്പനീസ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളിലേക്കും പുസ്തകം പരിഭാഷപ്പെടുത്തി പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകത്താകമാനം ബേബി ഹെൽഡറിന്റെ പുസ്തകത്തിന് വായനക്കാർ ഏറി വരികയാണ്. അവാർഡുകളും അംഗീകാരങ്ങളും ദിനം പ്രതി ഹെൽഡറെ തേടി വരുന്നു. പുസ്തകം വിറ്റുകിട്ടിയ പണം കൊണ്ട് മകനെ പഠിപ്പിച്ചു. അങ്ങനെ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഹെൽഡറോട് ചോദിച്ചു, എന്താണ് ഭാവി പരിപാടി? ഒറ്റ വാക്കിൽ ഉത്തരം, പ്രബോജിക്ക് ആഹാരം കഴിക്കാൻ നേരമായി, ഞാൻ അടുക്കളയിലേക്ക് പോകട്ടെ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.